ഹലോ. നിങ്ങൾ ഇപ്പൊ ഈ ഹലോ കേട്ടിട്ട് ഒരു 2-3 ദിവസമായി കാണുമെന്ന് എനിക്കറിയാം. വേറൊന്നും കൊണ്ടല്ല. ഓണം വ്ലോഗ് ഒക്കെ എടുക്കണം, ഭയങ്കര തകൃതിയിൽ സെറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. ആക്ച്വലി ഞാൻ ഓണം വീഡിയോ എടുത്തു, വ്ലോഗ് എടുത്തു. പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ട്. എന്തെന്ന് വെച്ചാല് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇതിലായിപ്പോയാലും ഞാൻ ആ ഓളത്തിന് അങ്ങനെ അങ്ങ് പോകും. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു പോകും. അതുകൊണ്ടാണ് ഒരു ചാനൽ തുടങ്ങാൻ തന്നെ ഞാൻ ഇത്രയും ലാഗ് ആയത്. പക്ഷേ എനിക്ക് വേറൊരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്തെന്ന് വെച്ചാല് 2 ദിവസം വീഡിയോ കാണാതിരുന്നപ്പോഴത്തേക്കും കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചേ, "അയ്യോ എന്ത് വിഷ്ണു നീ വീഡിയോ ഇടാത്ത എന്ത് വീഡിയോ ഇടാത്തതെന്ന്?" പക്ഷെ അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ വീഡിയോ ഇടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഓണത്തിന്റെ, പക്ഷെ പറ്റിയില്ല. പിന്നെ ഇട്ട് കൊളാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ആ ശ്രമം അങ്ങ് അങ്ങ് ഉപേക്ഷിച്ചു. അത്ര തന്നെ. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാല്, ഓൾറെഡി നിങ്ങൾക്ക് കാണാം ഇവിടെ കുറച്ച് പാഴ്സൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫുൾ എന്റെ സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു മോർണിംഗ് റൊട്ടീനോ ഒരു ഷോർട്സ് ഇട്ടപ്പോഴത്തേക്കും എല്ലാരും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ ഇത് എന്തിരി തേക്കണം, നീ ഏത് എന്തിരി എന്നൊക്കെ ചോദിച്ച്. അപ്പൊ ഞാൻ വിചാരിച്ച് ഓക്കെ എന്തൊക്കെ സാധനങ്ങളാണ് അത് ഞാൻ എന്തായാലും മേടിക്കും എനിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ കരുതി ഓക്കെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. പിന്നെ എനിക്ക് അറിയാവുന്ന രീതിയിൽ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ എനിക്കറിയാവുന്ന നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റ് അത്രയും ഞാനും പരിചയമുള്ള ഒരാളൊന്നും അല്ല. അപ്പൊ അത്രയൊക്കെ തന്നെ. നമുക്കിപ്പോ എന്തായാലും ഇത് പെട്ടെന്ന് തുറക്കാം. പിന്നെ എന്റെ ആക്രാന്തം കാരണം ഞാൻ കുറെയൊക്കെ പൊട്ടിച്ചു നോക്കി. കാര്യം എനിക്ക് ഈ മേക്കപ്പ് സ്കിൻ കെയറിലൊക്കെ എനിക്ക് ഒരുതരം ആക്രാന്തം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമേ അങ്ങ് പൊട്ടിച്ച് ഇതൊക്കെ. എന്നാലും നമുക്ക് പക്ഷെ ഫുള്ള് കവറൊന്നും എടുത്തിട്ടില്ല. ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ കാണാനുള്ള ആക്രാന്തത്തിൽ അങ്ങ് എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ച് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഫോക്സ്റ്റേൽ എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെ അതിന്റെ എനിക്ക് തോന്നുന്നത് മോയ്സ്ചറൈസറും ലിപ് ബാമും ആണെന്ന് തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്തത്. കാര്യം ഇതൊക്കെ ഓരോന്നോരോന്നായിട്ടാണ് വന്നത്. അപ്പൊ എനിക്ക് ഏതൊക്കെയാണെന്ന് ഞാൻ മറന്നുപോയി. ഇത് മാത്രമാണ് ഞാൻ എന്റെ കവർ പൊട്ടിക്കാതിരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ആയുധമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ആയുധം എന്റെ അച്ഛന്റെയാണ്. ഇത് വെച്ച് നമുക്ക് ഇത് അറഞ്ചും പുറഞ്ചും കട്ട് ചെയ്യാം. ഇത് കട്ടിയുള്ള സമയം എനിക്ക് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യാതിരുന്നത്. ഇത് മുറിയുന്നില്ലേ? ഫോക്സ്റ്റെയിൽ ഞാൻ എന്റെ ഫസ്റ്റ് പർച്ചേസ് ആണ്. ഞാൻ കുറെ നാളുകൊണ്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരുന്ന ബ്രാൻഡാണ് ഫോക്സ്റ്റെയില്. പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള സമയം എനിക്ക് കിട്ടിയത്. അവരുടെ ഒരു മോയ്സ്ചറൈസർ എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നല്ല പാക്കേജ് കേട്ടാ. യുവർ ഗ്ലോ ഡിഫറെന്റ് അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്താ നോക്ക്, നല്ല രസമില്ലേ? ഇഷ്ടപ്പെട്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹായ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ മറ്റേല്ല മൺചിത്രത്താഴിൽ അവളെ കണക്കാവും, നാഗവല്ലി പോലാവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല്. തന്നെ. ഇത് വന്നിട്ട് ഫോക്സ്റ്റെയിലിന്റെ ലിപ് ബാം ആണ് 2 എണ്ണം. ബ്രൈറ്റനിങ് ലിപ് ബാം ആണ് 2 എണ്ണം. കൊള്ളാം. നല്ല പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതില്ലേ പൊട്ടിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ടാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അത് പൊട്ടിക്കാതിരിക്കുന്ന എങ്ങനെ അത്രയും കണ്ടിട്ടല്ലേ. ബ്രൈറ്റനിങ് ലിപ് ബാം എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഇത് ആരൊക്കെയോ ഇടുന്ന കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഓൾറെഡി വിറ്റമിൻ സി, ഹൈലറോണിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതില്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെർമാക്കോടെ കോജിക് ആസിഡിന്റെ ലിപ് ബാമാ. കൊള്ളാം. അയ്യോ നല്ല മണം. ഇതിന്റെ സ്മെല്ലില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല രസമുണ്ട് കേട്ടാ. വെള്ളം കണക്ക്. ഓൾറെഡി ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അയ്യോ ഇത് എന്ത് മണമെന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടാ. പക്ഷെ നമുക്കിങ്ങനെ തിന്നാൻ തോന്നുന്ന മണം കണ്ടത് പറയുമ്പോ തന്നെ എനിക്ക് ഓൾറെഡി ബ്ലഷ് ഒക്കെ വരണം. എന്താ ഇത്, ഇതൊരു സ്മെല്ലിൽ നമ്മൾ അഡിക്റ്റ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്മെല്ല് ഇഷ്ടമുള്ളവർക്കെ ഇത് സൂപ്പർ. ഇത് ഏത് ഫ്ലേവർ എന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. ഇത് കൊള്ളാം എന്തായാലും. ഇനി ഒന്നും കൂടെ ഉണ്ട്. ഇതും കൂടെ നമുക്ക് പൊട്ടിച്ചു നോക്കേ. അതിന് ഇത് രണ്ടിന്റെ മണം ഒന്നാണെന്ന് നോക്കാമല്ലോ നമുക്ക്. കാര്യം എന്റെ ടിൻഡഡ് ലിപ് ബാം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മറ്റേ പറഞ്ഞില്ല ഡെർമാക്കോയുടെ ലിപ് ബാമ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതും സെയിം വിറ്റമിൻ സി ഒക്കെ ഉള്ളതാണ്. നമുക്ക് ഇതിന്റെയും കൂടെ സ്മെല്ല് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടിന്റെ സ്മെൽ അല്ല ഇത് കുറച്ചും കൂടെ
ഇതിന് മറ്റേ മരുന്നിന്റെ ഒക്കെ ഒരു നമ്മള് ചുമക്കൊക്കെ കുടിക്കൂലേ, അതിന്റെയൊക്കെ. പക്ഷെ കൊള്ളാം, നല്ല നല്ല ലിബാം. ഇത് ഇട്ട് നോക്കിയിട്ടും കൂടെ എങ്ങനെ ഉണ്ടോന്ന് ഞാൻ പറയാം കേട്ടാ. പക്ഷെ ഇത് സൂപ്പർ ആണെന്ന് തോന്നുന്നു കേട്ടാ. നല്ല ഓയിലായിട്ട് നല്ല നമ്മുടെ ചുണ്ടിലിടുമ്പോ നല്ല രസമായിരിക്കും തോന്നുന്നു. ഓൾറെഡി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാണിക്കാത്തത്. പിന്നെ ഇത് അവരുടെ മോയ്സ്ചറൈസർ ആണ്, സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ. ഞാൻ പറഞ്ഞില്ലേ, ഇതും ഞാൻ കുറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഒരു വിറ്റമിൻ സി വരുന്നതാണിത്. തന്നെ വിറ്റമിൻ സി, നിയാസിനമൈഡ് ഒക്കെ വരുന്നതാണ്. അപ്പൊ ഒരു ഗ്ലോ കിട്ടുമെന്നാണ് അവര് പറയുന്നത്. പക്ഷെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും നമുക്ക് ഇതും കൂടെ പൊട്ടിച്ചു നോക്കാം. ഇതൊക്കെ ഇങ്ങനെ പൊട്ടിക്കുമ്പോ എനിക്ക് ഭയങ്കര സംതൃപ്തിയാണ്. അതിന്റെ സൗണ്ട് ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോ. എന്ത് വരാത്ത ഇതിന്റെ കളർ നല്ല കളറാണ് കേട്ടാ. ഹായ്, നോക്ക്, നല്ല രസമില്ലേ? ഈ നമ്മുടെ സ്കിൻ കെയർ സാധനങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടേ. അതിന്റെ പാക്കേജിങ് അല്ലെങ്കിൽ അതിന്റെ ലുക്ക് കാണുമ്പോ തന്നെ നമ്മളങ്ങ് ഇങ്ങനെ അങ്ങ് ആവും. അത്രയ്ക്ക് സൂപ്പർ സാധനമാണ് കേട്ടാ ഇത്. ഫോക്സിൽ സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ ആണ്. ഇതിട്ട് ഗ്ലോ വരുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് കോസാറക്സിന്റെ എന്തോന്നാണ് ഓൾ ഇൻ വൺ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്റെ ഫസ്റ്റ് പർച്ചേസാ. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. കുറച്ച് ഇങ്ങനെ ഇട്ട് നോക്കാം. വരണുണ്ട് കേട്ടാ. നല്ല മണമുണ്ട്. അയ്യോ, ഈ ഫോക്സ് ടെയില് ഞാൻ അഡിക്റ്റ് ആയി കേട്ടാ. സീരിയസ്ലി ഞാൻ അഡിക്റ്റ് ആയി. നല്ല സ്മെല്ല്. അയ്യോ, നല്ല രസമുണ്ട് കേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇനി ഇട്ട് നോക്കിയിട്ട് കൂടി എങ്ങനെയുണ്ടെന്ന് പറയാം. പക്ഷെ നല്ല ഒരു ഭയങ്കരമായിട്ട് ലൈറ്റ് ആവുന്ന ഫീൽ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ സ്മെൽ വൈസ് ഞാൻ ഇതിന് 100 മാർക്ക് കൊടുക്കും. ഇത് യൂസ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് എന്തോരം ഉണ്ടെന്നുള്ള കാര്യം. അടുത്തത് നമുക്ക് നൈക്കിയുടെ പാക്കേജ് ആണ്. ഇത് കുറച്ച് കനമുണ്ട്. ഓരോന്നോരോന്നായിട്ട് എടുക്കാം. ഇതിലെന്തോന്നാണ് ഉള്ളേ? കുറെ ഉണ്ടാ. ഇതെന്തോന്ന് അറിയാൻ വയ്യ. ഇത് ബോഡി വൈസിന്റെ അണ്ടർആം റോളർ ആണേ. ആക്ച്വലി ഞാനൊരു അണ്ടർആം റോളർ ഫാൻ അല്ല. പക്ഷേ ഇപ്പം നമ്മളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇറേസ് ഒക്കെ ചെയ്യുമ്പോൾ അണ്ടർ ആംസ് ചെറിയൊരു പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബി ബോഡി വൈബ്സിന്റെ അണ്ടർആം റോളർ വാങ്ങിയത്. ഇത് അത്യാവശ്യം നല്ല അണ്ടർആം റോളർ ആണെന്ന് ഞാൻ കേട്ടു. സോ എന്റെ ഫസ്റ്റ് പർച്ചേസ് ആണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ജെന്യൂൻ ആയിട്ട് ഒരു കാര്യം പറയാം. ഈ ബി ബോഡി വൈബ്സിന്റെ ഒരു പിഗ്മെന്റേഷൻ മാറുന്ന ഒരു മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ അങ്ങ് നിർത്തി. അപ്പം പക്ഷെ അതിന്റെ ഇതങ്ങ് പോയി. ഇതിപ്പോ നമുക്ക് അണ്ടർആം റോളർ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് പാക്കേജ്. ഒരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടാ. ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു സ്മെല്ലുണ്ട്. നല്ല നല്ല മണം ഉണ്ടാന്ന് വെച്ചാ അത്യാവശ്യം സ്മെല്ലുണ്ട്. കൊള്ളാം. ഇതില് AHA BH അണ്ടർആം റോൾ ഓൺ ആണ്. 4% AHA BH ഒക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കൺട്രോൾ ബോഡി കളർ ആൻഡ് റെഡ്യൂസ് പിഗ്മെന്റേഷൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇത് എന്റെ ഫസ്റ്റ് പർച്ചേസാ ബോഡി വൈബ്സിന്റെ. എന്തായാലും നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, യൂസ് ചെയ്ത് നോക്കാന്നല്ലാതെ നമുക്കിനി വേറെ വഴിയില്ലല്ലോ. എന്തായാലും നമ്മൾ വാങ്ങിയല്ലോ. നെക്സ്റ്റ് ഒരു സംഭവം ഉണ്ടേ, ഞാൻ പറഞ്ഞുതരാം. എന്റെ സ്കിൻ കെയറില് ഇപ്പൊ ആരെങ്കിലും ഒരാൾ എന്റെ അടുത്ത് അതിന് ചോദിക്കുകയാണേ, ഓക്കെ നിന്റെ സ്കിൻ കെയറില് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്തെന്ന് ചോദിച്ചാല് ഞാൻ ആദ്യം പറയുന്ന ഒരു സാധനമാണ് ഈ സാധനം, ഓർഡിനറി. ഇത് ഓർഡിനറിയിലെ ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഈ ഓർഡിനറിയിലെ ഗ്ലൈക്കോളിക് ആസിഡ്. പറയുമ്പോ തന്നെ എന്റെ സന്തോഷം നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞൂടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം. നമ്മളെ ഒരു വിധമുള്ള എല്ലാ സ്കിൻ പ്രോബ്ലംസിനും ഇത്
ഹെൽപ്പ് ചെയ്യും. ഒരിക്കലും ഇത് എന്റെ ഒരു എന്താണ് പെയ്ഡ് വീഡിയോയോ അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. ഞാൻ ജെന്യുവിൻ ആയിട്ട് എന്റെ എന്താണ് എനിക്കുണ്ടായ കാര്യങ്ങളെ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണിത്. എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആണ്. പക്ഷെ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടാവൂല. പിന്നെ ഒരു കാര്യം, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് എടുത്ത് വാരി കോരി അങ്ങ് തേക്കരുത്. ഡു പാച്ച് ടെസ്റ്റ്. പാച്ച് ടെസ്റ്റ് എന്ത് തെറ്റുന്നത്? പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, പലരുടെ ബോഡിയിലും അല്ലെങ്കിൽ പലരുടെ ഫേസിലും പല രീതിക്കായിരിക്കും അത് എഫക്ട് ചെയ്യുന്നത്, അതിന്റെ റിസൾട്ട് വരുന്നത്. ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് വരും, നിങ്ങൾക്ക് പയ്യെ വരുള്ളൂ. അപ്പം അത് നോക്കിയിട്ട് ചെയ്യുക. പക്ഷേ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താല് ഇത് മുത്ത് പ്രൊഡക്റ്റ് ആണ്, ഭയങ്കര സൂപ്പർ ആണ്. പിന്നെ ഇത് ഗ്ലൈക്കോളിക് ആസിഡ് 7% ആണ്. അത് മാത്രമല്ല ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് ടോണർ കൂടിയാണ്. സോ രാവിലെ ഒന്നും ഇടരുത്, രാത്രി മാത്രം ഇടുക. 75 അല്ല, 240 ml 240 ml ആണ് ഇത് വരുന്നത്. എനിക്ക് തോന്നുന്നതിന്റെ റേറ്റ് വന്നിട്ട് 1200 സംതിങ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു 1200 ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതാണ് അതിന്റെ ഫുൾ ഇത് വരുന്നത്. എന്റെ ബോഡിയിലായിക്കോട്ടെ എന്റെ ഫേസിലായിക്കോട്ടെ ഓൾമോസ്റ്റ് പ്രോബ്ലംസിനെല്ലാം ഉള്ള ഒരു സൊല്യൂഷനാണ് ഈ ഗ്ലൈക്കോളിക് ആസിഡ്. പക്ഷെ ഇതിന്റെ കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതലാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. 7% ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിനും കൂടെ കുറച്ച് കുറഞ്ഞ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോ. പക്ഷെ ഓർഡിനറിയുടെ സൂപ്പർ സാധനമാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സ്കാൽപ്പിലുള്ള ഡ്രൈനെസ്, അൺഡ്രാം പിഗ്മെന്റേഷൻ, നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ എല്ലാത്തിനും യൂസ് ചെയ്യാം. ഇതൊരു എന്താ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ഫോളിയേറ്റിംഗ് ടോണർ ആയതുകൊണ്ട് തന്നെ എന്നും ഉപയോഗിക്കരുത്. ഞാൻ വീക്കിലി 3 ദിവസമൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. 3 ദിവസം രാത്രി കുളിച്ചതിനൊക്കെ ശേഷം കിടക്കുന്നതിന് മുന്നേ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇത് എന്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഫസ്റ്റ് ടൈം ഞാൻ മേടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നേ. കാര്യം ഇത് എക്സ്ഫോളിയേറ്റിംഗ് ടോണർ ആയതുകൊണ്ട് തന്നെ ഇനി എനിക്ക് വല്ല ഇച്ചിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുന്നു. സോ ഞാൻ ഇങ്ങനെ പേടിച്ചാ മേടിച്ചത്. പക്ഷെ മേടിച്ച ശേഷം ഇത് നിന്റെ ഹാർട്ടാണ്, ഹാർട്ട് അത്രയ്ക്ക് സൂപ്പർ ആണ്. ഇത് പ്ലമ്മിന്റെ എന്താണ് നിയാസിനമേഡ് റൈസ് വാട്ടർ ആൻഡ് നിയാസിനമേഡ് ടോണർ ആണ്. ഇത് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. എന്റെ കവിളിന്റെ ഈ സൈഡിൽ ചെറിയ പോഴ്സ് പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. സോ ഇത് ടൈറ്റൻ സ്പോർട്സ് ആൻഡ് ബ്രൈറ്റൻ സ്കിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇതെന്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഞാൻ ഫസ്റ്റ് ബോട്ടിൽ ഞാൻ യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് എന്റെ ആദ്യത്തെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനിലോ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ടോണർ അപ്ലൈ ചെയ്യുന്നത്. ഈ ടോണർ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ സെറം അപ്ലൈ ചെയ്യുന്നത്. സോ ഇത് ഭയങ്കര സൂപ്പറാണ്. നമ്മുടെ ഫേസിൽ ഇത് അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു റിഫ്രഷ് ആയ ഫീൽ കിട്ടും. മനസ്സിലായ? അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മേടിച്ചോ. ഇത് റിസൾട്ട് തരും. എനിക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് മേടിച്ചത്. ഞാൻ ഇതിൽ രണ്ടാമത് മേടിച്ച പ്രോഡക്ട്സ് ഇത് രണ്ടും. പിന്നെ ഇനി ഉള്ളത് ഞാൻ കാണിച്ചു തരാം. നേരത്തെ വാങ്ങിയതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം മേടിക്കുന്നതാണ്. ഇത് സൂപ്പർ സാധനമാണ്. അടുത്ത നമുക്ക് ഇത് നൈക്കയുടെ ഒരു പാക്കേജ് ആണ്. ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ത്വര മൂത്ത് പൊട്ടിച്ചതാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് എന്താണെന്നുള്ളത്. ഒരു 2 സാധനം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ യൂസ് ചെയ്ത കോജിക് ആസിഡിന്റെ ലിപ് ബാം ഡെർമാക്കോടെ. ഇത് SPF 30 ആണ്. ഇത് നല്ല ലിപ് ബാം ആണ്. എന്തെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഒക്കെ നിങ്ങളെ ലിപ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ് ചെയ്യാം. കാര്യം ഞാൻ പോണ്ടിച്ചേരി ട്രിപ്പ് പോയിട്ട് വന്നപ്പോഴ് എന്റെ ചുണ്ട് ഭയങ്കരമായിട്ട് എന്താണ് ഡ്രൈ ആയി, ചെറുതായിട്ട് ഇങ്ങനെ കറുപ്പൊക്കെ വന്ന് ചെറിയൊരു പിഗ്മെന്റേഷന്റെ തുടക്കമായി. അപ്പൊ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് ഈ ലിപ് ബാം വന്നിട്ട്. പക്ഷേ ഇതിന്റെ 3ാമത്തെ പർച്ചേസും കണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഭയങ്കര ക്യൂട്ട് പാക്കേജ് ആണ്. ഏതാ കാണിച്ചു തരാം. അതുകൊണ്ട് നമുക്ക് കണ്ട നല്ല പാക്കേജ് ആണ്. പക്ഷെ കളറൊന്നും ഇല്ല, വൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത്. പക്ഷെ നമ്മുടെ ലിപ്സിന് ഭയങ്കരമായിട്ട് എന്താണ് മോയ്സ്ചറൈസ് ചെയ്യും. ഭയങ്കര സൂപ്പർ സാധനമാണിത്. അപ്പം പിഗ്മെന്റേഷൻ ഒക്കെ നിങ്ങളുടെ ലിപ്സിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കോ. എന്നുവെച്ചാൽ ഭയങ്കര പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ യൂസ് ചെയ്താൽ യൂസ് ഉണ്ടാവും, ഉറപ്പാ. നല്ലതല്ലേ? നെക്സ്റ്റ് നമുക്ക് ഇത് ഞാൻ വാങ്ങണമെന്ന് പറഞ്ഞ് കുറേ നാളിരുന്ന സാധനമാണ്. ഓൾറെഡി
ഈ സൺസ്ക്രീനിൽ എനിക്ക് കുറച്ച് അഡിക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്ന സൺസ്ക്രീൻ മിനിമലിസ്റ്റിന്റെയും പിന്നെ മിനിമലിസ്റ്റും ക്വെഞ്ചിന്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ ആ ക്വെഞ്ചിന്റെ സൺസ്ക്രീനിൽ തന്നെ ടിൻഡഡ് സൺസ്ക്രീൻ ഉണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് അത് കഴിയാറായി. പിന്നെ അത് തന്നെ യൂസ് ചെയ്യാൻ എനിക്കൊരു മടി. അപ്പോഴാണ് ഞാൻ ഈ ഡോട്ട് ആൻഡ് ഗീന്റെ ടിൻഡഡ് സൺസ്ക്രീനെ കുറിച്ച് കേട്ടത്. സോ ഞാനത് പർച്ചേസ് ചെയ്ത് SPF 50++++ ഒക്കെ ഉണ്ട് ഇതിൽ സംഭവം. നാച്ചുറൽ ഫിനിഷ് വിത്ത് നിയാസിനമേഡ്. നിയാസിനമേഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതില്. അപ്പൊ ഇതും കൂടെ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. നമ്മൾ സ്കിൻ കെയർ സാധനങ്ങൾ എല്ലാത്തിലും നിയാസിനമേഡ് ഉണ്ട്. അത്ര സൂപ്പർ ആണെന്ന് തോന്നുന്നു. ഇതും കൊള്ളാം കേട്ടാ, നല്ല രസമുണ്ട്. വരണില്ലേ ഇതൊന്നും? ഇതാണ് ഡോട്ട് ആൻഡ് ഗീയുടെ ടിൻഡഡ് സൺസ്ക്രീൻ. സ്ട്രോബെറി ഡ്യൂ ടിൻഡഡ് സൺസ്ക്രീൻ ആണ്. ഡെയിലി വെയർ. SPF 50+PA+++++ ഒക്കെ ഉണ്ട്. 50 ml ആണ് കേട്ടോ ഇത് വരുന്നത്. ഇതിന് ഷെയ്ഡ് ഒക്കെ ഉണ്ട്. എനിക്ക് ഷെയ്ഡൊന്നും ഓർമ്മയില്ല, ഞാൻ അങ്ങ് വാങ്ങി. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ സൺസ്ക്രീൻ. ഇതിന് പ്രത്യേകിച്ച് മറ്റേ നമ്മളെ മോയ്സ്ചറൈസർ പോലെ ഒരു ഇതൊന്നും ഇല്ല. പക്ഷെ ലൈറ്റ് വെയിറ്റ് സൺസ്ക്രീനാ, കൊള്ളാം. നല്ല 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 രസമുണ്ട്. ഒരു ടെക്സ്ചർ, ഒരു വാട്ടർ ടെക്സ്ചർ ഫീൽ ഉണ്ട് ഇതിന്. ഇഷ്ടപ്പെട്ടു. എന്റെ ബോഡി വാഷ് അല്ലല്ലോ, എന്റെ ഫേസ് വാഷ് തീർന്നിട്ടിരിക്കുകയായിരുന്നു. ഇത് മിനിമലിസ്റ്റിന്റെ ആൽഫ ലിപ്പോലിക് പ്ലസ് ഗ്ലൈക്കോളിക് ക്ലെൻസർ ആണ്. 7% വിത്ത് വിറ്റമിൻ B3 ഒക്കെ ഉണ്ട് ഇതില്. ബ്രൈറ്റൻസ് ആൻഡ് സ്മൂത്ത് സ്കിൻ ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. ഇതിന് പ്രത്യേകിച്ച് ഒരു മണമൊന്നുമില്ല. എന്താണ് അതിനെ പറയുന്നത്, പക്ഷെ നല്ല ഫേസ് വാഷ് ആണ്. ഞാൻ വർഷങ്ങളായി ഉപയോഗിക്കുന്ന, എന്നെ പേഴ്സണലി അറിയാവുന്ന ഒത്തിരി ആൾക്കാർക്ക് അറിയാം ഞാൻ ഈ ഒരു ബ്രാൻഡിന്റെ ഫേസ് വാഷും ഈ ഒരു ബ്രാൻഡിന്റെ സൺസ്ക്രീനുമാണ് യൂസ് ചെയ്യുന്നതെന്ന്. എനിക്ക് അറിഞ്ഞൂടെ ഇതിന്റെ എത്രാമത്തെ ബോട്ടിലാണ് ഇതെന്ന്. കാര്യം ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിയാറായി. ഞാൻ പറയട്ടെ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നപ്പോ ഞാനത് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോ കൊണ്ടുവന്നതാ. ഇപ്പോഴും ഞാൻ അതിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 6 or 7 months ആയിട്ട് ഞാൻ സെയിം ബോട്ടിൽ യൂസ് ചെയ്യാണ്. ഒത്തിരി നാളെ നിൽക്കും നമുക്ക് പക്ഷെ പാക്കേജ് കണ്ട, ആ പേരുമായിട്ട് ആത്മാർത്ഥത പുലർത്തുന്ന ഒരു ബ്രാൻഡാണ് മിനിമലിസ്റ്റ്. പക്ഷെ ഇത് ഒരുപാട് നാളെ നിൽക്കും. നമ്മളിപ്പോ വെയിലൊക്കെ കൊണ്ടിട്ട് വന്നിട്ട് പെട്ടെന്ന് ഇതിട്ട് നമ്മൾ വാഷ് ചെയ്തുണ്ടല്ലോ, ടാനൊക്കെ നമുക്ക് ഇങ്ങനെ പറക്കുന്ന ഫീൽ ചെയ്യും നമുക്ക്. അത്രയ്ക്ക് സൂപ്പർ സാധനമാണ് ഈ ഫേസ് വാഷ്. നല്ല ഫേസ് വാഷ് ആണ്. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതാ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്. സോ ഈ ഒരു ഫേസ് വാഷ് ഗുഡ്, നൈസ്. അടുത്ത നമുക്കുള്ളത് ഈ ഒരു ഓർഡിനറിയുടെ നിയാസിനമൈഡ് ആണ്. ഇത് അത്യാവശ്യം കോൺസെൻട്രേഷൻ കൂടിയ ഒരു നിയാസിനമൈഡ് ആണ്. ആക്ച്വലി ഇതിലിപ്പോ 10% നിയാസിനമൈഡും 1% സിങ്കും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുള്ള ഒരു നിയാസിനമൈഡിന്റെ ആവശ്യമില്ല. മിനിമലിസ്റ്റിന്റെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കുറവാണ് ഈ കോൺസെൻട്രേഷൻ. 10% അല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഗ്രാജുവലി നമ്മൾ ഏത് സെറം ആണെങ്കിലും നമ്മള് സ്കിന്നില് അല്ലെങ്കിൽ നമ്മുടെ ഫേസില് നമ്മൾ ഗ്രാജുവലി കൊടുക്കുക. ഓക്കെ, അത് നിർത്തുന്നതും നമ്മളിങ്ങനെ പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് നിർത്തരുത് ഒരിക്കലും. ഇങ്ങനെ മെല്ലെ മെല്ലെ സ്കിന്നിന് കൊടുക്കുക, ദെൻ മെല്ലെ മെല്ലെ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഞാൻ ആക്ച്വലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോജിക് ആസിഡിന്റെ, ഡെർമാക്കോയുടെ കോജിക് ആസിഡിന്റെ സെറ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ എന്റെ സ്കിൻ കൺസേൺസ് പ്രകാരം എനിക്കൊരു നിയാസിനമൈഡ് വേണമെന്ന് തോന്നി. സോ ഞാനിത് വാങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ ആരും മറക്കണ്ട, നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കുറഞ്ഞ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കി വാങ്ങുക. അതുപോലെ തന്നെ സെറം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നിങ്ങളുടെ സ്കിൻ കൺസേൺസിനനുസരിച്ച് മേടിക്കുക. അല്ലാതെ ഇപ്പൊ ഞാനിപ്പോ ഇത്രയും സാധനങ്ങൾ കാണിച്ചു, ഒരിക്കലും അയ്യോ ഇതെല്ലാം എനിക്ക് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ മേടിക്കരുത്. നിങ്ങളെ സ്കിൻ പ്രോബ്ലം, നിങ്ങളെ സ്കിൻ ഇഷ്യൂ എന്താണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ദെൻ ഒരു പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് മാക്സിമം യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് റിസൾട്ട് തരുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് അത് റിസൾട്ട് തരുന്നത്. സോ ആ വാങ്ങുന്ന പ്രൊഡക്റ്റ് ഇപ്പം മാക്സിമം നിങ്ങളൊരു 20 days എങ്കിലും യൂസ് ചെയ്യുക. എന്നാൽ മാത്രമേ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ ഞാൻ പലരും കണ്ടിട്ടുണ്ട് മേടിച്ചിട്ട് അയ്യോ ഇതെനിക്ക് കൊള്ളൂല എന്ന് പറഞ്ഞ് കളയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ,
അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു നിയാസിനിമയുടെ ഓർഡിനറിയുടെ മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പർച്ചേസ് ചെയ്യുക. കാര്യം നമ്മുടെ സ്കിൻ ബാരിയേഴ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യും സ്കിൻ ടെക്സ്ചർ ഒക്കെ. ഇനി നമുക്ക് ഈ ഒരു പാക്കേജ് പൊട്ടിക്കാം. ഇത് പൊട്ടിക്കാമല്ല, ഓൾറെഡി പൊട്ടിച്ചു ഞാൻ. കണ്ട, എനിക്കറിയാം ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. പിന്നെ ഇത് എംകഫേന്റെ ആണ്. ഇതിൽ കുറച്ച് അധിക സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ബോഡി വാഷ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് വന്നിട്ട് ബ്ലൂബെറി ബ്ലാസ്റ്റ് ബോഡി വാഷ് വിത്ത് ബ്ലൂബെറി എക്സ്ട്രാക്ട്സ് ആൻഡ് വിറ്റമിൻ ഇ കോഫി ഓയിൽ, ഇത്രയും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡീപ്ലി ക്ലെൻസ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്റെ ഫസ്റ്റ് പർച്ചേസ് ആണ്. ഞാൻ ഇതിന് മുന്നേ ഇവരുടെ ഫേസ് വാഷ് അല്ല ബോഡി വാഷ് യൂസ് ചെയ്തിട്ടില്ല. കൊള്ളാം, നല്ലതായിട്ടുണ്ട്. ഇത് വന്നിട്ട് 300 ml വരുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഈ ഒരു ബോഡി വാഷ് ആണ്. സെക്കൻഡ് വരുന്നത് ഇത്, അയ്യോ എനിക്കൊരു അബദ്ധം പറ്റിയേ. റാസ്ബെറിയുടെ സംഭവം ഞാൻ 2 മേടിച്ചപ്പോ എന്റെ മനസ്സിൽ ഞാൻ ഈ വാങ്ങിയ ബോഡി വാഷ് റാസ്ബെറി ആയിരിക്കും എന്നായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ ഓർഡർ ചെയ്തപ്പോ അത് ബ്ലൂബെറി ആയിപ്പോയി. എന്തായാലും ബെറി ആണല്ലോ, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. സാരമില്ല. ഇതും എംകഫേന്റെ ആണ്. എംകഫേന്റെ ബോഡി സ്ക്രബ് ആണിത്. ബ്രൈറ്റനിങ് റാസ്ബെറി റഷ് ബോഡി സ്ക്രബ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്കിൻ ബ്രൈറ്റനിങ് എക്സ്ഫോളിയേഷൻ ഒക്കെ ഉണ്ട്. ഇതെന്റെ സെക്കൻഡ് ടൈം ആണ്. നല്ല നമ്മൾ നല്ല സ്മൂത്ത് ആവും നമ്മളിട്ട് സ്ക്രബ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കുളിച്ചൊക്കെ ഇറങ്ങി ഒരു മുടി കുരുങ്ങി കുളിച്ചൊക്കെ ഇറങ്ങി നമ്മൾ ഒരു മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടാ സെറ്റാണ് ഈ സംഭവം. ഇത് നമുക്ക് പൊട്ടിച്ചു നോക്കാമേ. കാര്യം ഓൾറെഡി എന്റേത് കഴിയാറായി. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരുടെ ബോഡി സ്ക്രബ് കഴിയാറായി. ഞാനിത് ഫുള്ള് യൂസ് ചെയ്ത് ഇനി അതിൽ എടുക്കാൻ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതാ ഞാനിത് ഓർഡർ ചെയ്തത്. ഒരു ബോഡി സ്ക്രബിന്റെ ഫാനാ ഞാൻ ആക്ച്വലി. എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. നല്ല മണമാണ്. ഓൾറെഡി ഇതിന്റെ മണം എനിക്ക് അറിയാലോ. ഇതിന്റെ അടപ്പുണ്ട്, ചെറിയൊരു, ഞാൻ തുറന്നു കാണിക്കുന്നില്ല. എന്നാലും ഇത് സൂപ്പർ മണമാണ്. നല്ല എക്സ്ഫോളിയേറ്റിംഗ് സാധനമാണ്, നല്ല മണമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ കുളിച്ചിട്ട് നമ്മൾ നല്ല മണത്തോടെ കൂടിയൊക്കെ ഇറങ്ങുമ്പോ മറ്റിങ്ങനെ നമുക്ക് ഇങ്ങനെ ഹായ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ നാഗവല്ലിയാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല്. സൂപ്പർ സ്ക്രബാണിത്. ഇതാണ് ഞാൻ പറഞ്ഞ റാസ്ബെറിയുടെ. ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടാ ഞാൻ മേടിക്കുന്നത് ബോഡി ലോഷൻ. ഇത് SPF 50+++ ഉണ്ട്. ഈ +++ൽ എന്തിനുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ ++ കാണുമ്പോ എനിക്ക് മറ്റേ ഒരു തരം വട്ടാവും. അപ്പൊ ഞാൻ കയറിങ് വാങ്ങും. പിന്നെ ഇതും ബ്രൈറ്റനിങ് ബോഡി ലോഷൻ ആണ് റാസ്ബെറിയുടെ. അതാണ് ഞാൻ പറഞ്ഞത്, 2 റാസ്ബെറി ഒരു ബ്ലൂബെറി ആയി പോയി വാങ്ങിയത്. കുഴപ്പമില്ല. ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഇതിന്റെ സ്മെൽ ടെക്സ്ചർ എങ്ങനെയുണ്ട്. ഇത് വരുന്നില്ലേ, ഇങ്ങനെ അല്ലേ, വരണില്ല. തൽക്കാലം നമുക്ക് ഇങ്ങനെ സ്മെൽ ചെയ്ത് നോക്കാം. നമ്മളെ ബോഡി സ്ക്രബിന്റെ സെയിം സ്മെല്ലാ ഇതിനുള്ളത്. ഇത് ഇഷ്ടപ്പെട്ട് ഈ മണമൊക്കെ ഉള്ള പ്രോഡക്ട്സ് കാണുമ്പോ നിങ്ങൾക്ക് എന്റെ ഫേസ് കാണുമ്പോ ഒരു അഡീഷണൽ ഗ്ലോ തോന്നുന്നില്ലേ? എംകഫേന്റെ തന്നെ ഒരു 10% AHA ഗ്രീൻ ടീ ബോഡി സ്ക്രബ് ഉണ്ട്. ഇത് നല്ല ബോഡി സ്ക്രബാണ്. ഇത് ടാൻ മാറ്റുമെന്ന് വെച്ചാൽ ടാൻ മാറ്റും. പക്ഷേ നമുക്ക് അഡീഷണൽ ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ അഡീഷണൽ ഹെയർ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഇത് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യും. ഇത് സൂപ്പർ പ്രോഡക്റ്റ് ആണ്. എംകഫേന്റെ ഗ്രീൻ ടീ ആണ് വരുന്നത്. 10% AHA, ഗ്ലൈക്കോളിക്, ലാക്റ്റിക് ആസിഡ് ഒക്കെ ഇതില് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇൻഗ്രോൺ ഹെയർ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അഡീഷണൽ ഹെയർ ഗ്രോത്ത് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാവും. എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുട്ടി
എന്താണ് എന്റെ സ്കിൻ കെയർ കളക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്കിൻ കെയർ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അറിയാവുന്ന രീതിയിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഒരു സജഷൻ ഞാൻ തരാം. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ നമ്മളെ ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ്, സെക്കൻഡ് വൺ ഈ ഓർഡിനറിയുടെ തന്നെ നിയാസിനമേഡ്, അത് കഴിഞ്ഞിട്ട് ഡെർമാക്കോന്റെ ലിപ് ബാം, ദെൻ പിന്നെ പിന്നെ വന്നിട്ട് പ്ലമ്മിന്റെ നമ്മുടെ ടോണർ, ഓക്കെ, പിന്നെ നമ്മുടെ ബോഡി സ്ക്രബ്. ഇത് ഇത്രയും ഞാൻ റെക്കമെൻഡ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ ചാടിക്കേറി ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് പോയി വാങ്ങണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക. എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞ സാധനങ്ങൾ ഉറപ്പായിട്ട് റിസൾട്ട് തരും. ഇതൊക്കെ എന്റെ റീപർച്ചേസിങ് സാധനങ്ങളാണ്. ഓക്കെ, അപ്പൊ അത്രയ്ക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. Bye. You can ask the flowers. I sit for hours telling all the bluebirds.